അയാൾക്കിപ്പോഴും 21 ചെറുപ്പമാണ്. കൗമാരവും യുവത്വവും പിന്നിട്ടിട്ടും തനിക്ക് പ്രായമായില്ലെന്ന് വാശി പിടിക്കുന്ന ഒരു മനസ്സാണ് അയാൾക്കുള്ളത്. ആ വീറിൽ ഏത് ഉയരത്തിൽ നിന്ന് വരുന്ന പന്തിനും അയാൾ തലവെക്കും. ഏത് ഡിഫൻസ് മെക്കാനിസത്തിലേക്കും ഓടിക്കയറും. എതിർ ബോക്സിലേക്ക് മുങ്ങാങ്കുഴിയിടും. മുന്നിലുള്ള ലക്ഷ്യം ഒന്ന് മാത്രം: പന്തിനെ വല തൊടിയിക്കണം. ഒന്നല്ല, 10 അല്ല, 100 അല്ല, 961 തവണ അത് തന്നെ ചെയ്തിട്ടും അയാൾക്ക് മതിയായിട്ടില്ല, മതിയാകുകയുമില്ല. അയാളെ കുറിച്ച് അറിയുന്നവർക്കെല്ലാം അത് നിശ്ചയമാണ്. പറഞ്ഞു വരുന്നത് ഇന്ന് 41ാം പിറന്നാൾ ആഘോഷിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചാണ്. പഴകുന്തോറും വീര്യം കൂടി വരുന്ന പറങ്കി DNA ഉള്ള വീഞ്ഞിനെ കുറിച്ചാണ്. 41 തികയുന്ന ഈ ദിവസത്തിലും ഫുട്ബോൾ ലോകത്തെ ഹോട്ട് ടോപ്പിക്കുകളിൽ ഒന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. സൗദി പ്രോ ലീഗ് ക്ലബായ അൽ നസറുമായി ഇടഞ്ഞു നിൽക്കുന്ന റോണോ പുതിയ തട്ടകം തേടുന്നതായാണ് വിവരം. കിരീടം നേടിക്കൊടുക്കാനായില്ലെങ്കിലും സൗദി പ്രോ ലീഗിനും അൽ നസറിനും ലോകത്താകമാനം ആരാധകരെ സൃഷ്ടിച്ചു കൊടുത്തത് റോണോയാണ്. റോണോയെ പിന്തുടർന്ന് ആ മരുഭൂമിയിലെത്തിയ ദേശാടനക്കാർ ഏറെയുണ്ട്. ലീഗിനെ വേറെ ഒരു ലെവലിലേക്ക് എത്തിച്ച റോണോ ക്ലബിന്റെയും ക്ലബിനെ നിയന്ത്രിക്കുന്ന സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ PIF ഉടമകളോടും തെറ്റിയാണ് ഇപ്പോൾ വേർപിരിയലിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. കിരീടം നേടാൻ അൽ ഹിലാലിനെ PIF അകമഴിഞ്ഞ് സഹായിക്കുന്നുവെന്നാണ് ആരോപണം. ഹിലാലിന്റെയും അൽ നസറിന്റെയും വേറെയും 2 ടീമുകളുടെയും ഓണർഷിപ്പ് ഇതേ PIF-നാണ്. എന്നാൽ ഈ പിണക്കങ്ങൾക്കിടയിലും ലീഗിൽ ഗോൾ വേട്ടയിൽ 2ാം സ്ഥാനക്കാരൻ റോണോ തന്നെയാണ്. ഒന്നാമതുള്ള അൽ അഹ്ലിയുടെ ഇവാൻ ടോണിയേക്കാൾ ഒരു ഗോൾ മാത്രം പിന്നിൽ. സീസൺ പൂർത്തിയാകുമ്പോഴേക്കും അതും റോണോ തൂക്കുമെന്നുറപ്പാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സീസൺ റൊണാൾഡോ മുഴുമിപ്പിക്കുമോ എന്നതാണ് ചോദ്യം. അൽ നസറിനൊപ്പം തുടർന്നില്ലെങ്കിൽ സൗദി തന്നെ താരം വിടാനാണ് സാധ്യത. 1000 ഗോളുകൾ എന്ന നേട്ടം ലക്ഷ്യമിടുന്ന റൊണാൾഡോ MLS അല്ലെങ്കിലും ഏതെങ്കിലും യൂറോപ്യൻ ക്ലബിൽ തന്നെ ചേക്കേറിയേക്കും. എന്നാൽ ഇതൊന്നുമല്ല ഇപ്പോൾ റൊണാൾഡോയുടെ മുന്നിലുള്ള വലിയ ലക്ഷ്യം. സംശയം ഏതും വേണ്ട, എല്ലാം നേടിക്കഴിഞ്ഞിട്ടും നേടാൻ കഴിയാതെ പോയ ആ കനക കിരീടം തന്നെ. 6ാം ലോകകപ്പ് എന്ന ചരിത്ര നേട്ടത്തിലേക്ക് അമേരിക്കയുടെ മണ്ണിലേക്ക് അയാൾ എത്തുമ്പോൾ ഒന്നുറപ്പാണ്: പൊരുതാൻ തന്നെയാണ് അയാളുടെ തീരുമാനം. യൂറോ കപ്പും 2 നേഷൻസ് കിരീടങ്ങളും പോർച്ചുഗലിനൊപ്പം നേടിയ ഒരു കാലത്ത് പോർച്ചുഗലിന്റെ ഫുട്ബോളിൽ പര്യായ പദമായ റോണോ ഇന്ന് അയാളുടെ കൂടെ നിൽക്കാൻ മുൻകാലങ്ങളതിനേക്കാൾ മികച്ച ഒരു സംഭവമുണ്ട്. 1000 ഗോളിലേക്ക് ലക്ഷ്യം വെച്ചോടുന്ന ഒരു ലോക കിരീടം കൂടി നേടാൻ തന്നിൽ ഒരു ബാല്യം അവശേഷിക്കുന്നുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന റോണോക്ക് മാസങ്ങൾക്കപ്പുറം അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കുന്ന ലോകകപ്പിന്റെ കനക കിരീടം ചൂടാൻ ഭാഗ്യമുണ്ടാകുമോ? മെസ്സിയെയും സച്ചിനെയും എല്ലാം അനുഗ്രഹിച്ച കാലം റോണോയുടെയും കൈപിടിക്കാതിരിക്കുമോ? ഉത്തരത്തിനായി അധികം കാത്തിരിക്കേണ്ട.